വണ്ടി തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പുതിയ വണ്ടി, അടിപൊളി പെയിന്റ് ക്വാളിറ്റി ഒക്കെ കസ്റ്റമർക്ക് ഒരു പുതിയ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കണ ഫീലിംഗിൽ കൊണ്ടുപോകും. അത്രയും വൃത്തി വണ്ടി കണ്ടാൽ നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ഒരു 1.40 കൊടുക്കാം. 1.40. നമുക്ക് 5 വർഷത്തെ റിന്യൂവൽ എടുത്തിട്ട്, അതായത് 5 വർഷത്തെ ടാക്സ്, 5 വർഷത്തെ റിന്യൂവൽ, പുതിയ ട്രാൻസ്ലേഷൻ പോലെ പേരൊക്കെ ആക്കി കൊടുത്തിട്ട് 2.10 ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. 2.10 കാരണം ഓട്ടോമാറ്റിക് ഒന്നും കിട്ടില്ല കേട്ടോ. റെനീസ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ എയർപോർട്ട് ജംഗ്ഷനിൽ JR റഷീദ് യൂസർ കാർട്ടിലുള്ളത്. ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്, കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികളുണ്ട്, കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. നമുക്ക് നേരെ നമുക്ക് വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. റഷീദ് കൈക്ക് എന്തോ പറ്റി? കുഴപ്പമൊന്നുമില്ല, സുഖല്ലേ? എന്നിട്ട് അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വണ്ടി ഡസ്റ്റർ. ഇതെങ്ങനെ മോഡലായിരുന്നു? 2015 റേസർ, 2014 മോഡൽ, 2014-15 റേസർ, സിംഗിൾ ഓണർ, 85. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എത്രാം തോന്നതാ ഓണർഷിപ്പ്? ഫസ്റ്റ് സിംഗിൾ ഓണർ. പിന്നെ എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞോ? കിലോമീറ്റർ 1,20,000. ഇത് പാർക്കിംഗ് സൈഡിൽ കൊണ്ടുവച്ചാണ്. 1,27,000 കിലോമീറ്റർ. ജെന്യൂനാണ്. കസ്റ്റമർ വേണം ഹിസ്റ്ററി എടുക്കാൻ, നമ്മൾ എടുത്ത് നോക്കിയിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ പറയാനില്ല. അതായത് കസ്റ്റമർ കൊണ്ടുവച്ചാണ്. 1,27,000 അതിൽ കാണിക്കുന്നില്ല. പിന്നെ വേറെ അലോയും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് അലോയും കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലെതർ ഫിനിഷിംഗ് വണ്ടി. ഡസ്റ്റർ എത്ര കൊടുക്കാം? നമുക്ക് 4.35 പറയുന്നത്. 4.35 മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 35,000 ഇറക്കാം. നല്ല കസ്റ്റമർ, അത്യാവശ്യം ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ 30,000 ഈ XUV വണ്ടി ടൈപ്പ് കൊണ്ടുപോവാം. ഡസ്റ്റർ കൊണ്ടുപോവാം. ഓക്കെ. അടുത്തൊരു അൾട്ടോ. 2008 മാനുഫാക്ചർ ആണ്. 2009 രജിസ്ട്രേഷൻ. 2029 2-ാം മാസം വരെ പേപ്പർ എടുത്ത വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓണർഷിപ്പ് ആയിട്ടുണ്ടാവും? 3-4. പഴയ വണ്ടിയല്ലേ? പഴയ വണ്ടിയാണ്. കിലോമീറ്റർ എല്ലാം ഓടിയിട്ടില്ല. പിന്നെ പ്ലാറ്റ്ഫോം ഓടി 1,00,000 ഓടിനാ? 1,00,000 കീപ്പട്ടാ. ഇത് റേഷൻ കാർഡിന്റെ വിഷയത്തിൽ എടുത്തു കൊണ്ടുവരുന്ന കസ്റ്റമർ പറഞ്ഞു. അത് വേണമെങ്കിൽ കസ്റ്റമർ നമ്പർ തരാം. ഓലെന്നെ റേഷൻ കാർഡിന്റെ വിഷയത്തിൽ 2 വട്ടം അങ്ങോട്ട് മാറ്റിയതാ. വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാറ്റ്ഫോം തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. നമുക്ക് വാറന്റിയും കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുണ്ട്. ഒരു 2009 ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ സബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ സബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. ഫൈനലൊക്കെ എത്ര കൊടുക്കാം? നമുക്ക് ഒരു മാക്സിമം ഒരു ഉറുപ്പ്യ പറഞ്ഞ് ഇതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. കസ്റ്റമർ വരുന്ന ഇതൊന്നും ഒന്നും പാടെ ഇപ്പൊ കൊണ്ടേ കയറ്റിട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് പോളിഷും കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. ഫിനാൻസ് എന്തെങ്കിലും കയറോ? ഫിനാൻസ് കേറാൻ സാധ്യതയുണ്ട്. കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ഇയോണ്. ഇതെങ്ങനെ മോഡലായിരുന്നു? 2012 ഏറ്റവും ടോപ്പ് വേരിയന്റ് സ്പോർട്സ് ഓപ്ഷൻ ആണ്. 2 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, കമ്പനി സ്റ്റീരിയോ ഉണ്ടാവും. ഓക്കെ. പിന്നെ റീപ്ലേസ്മെന്റ് എത്രാമത്തെ ഓണറാ? ഓണർഷിപ്പ് 3. 3-ാമത്തെ ഓണർ. കിലോമീറ്റർ എത്ര പറഞ്ഞോ? കിലോമീറ്റർ 71,000. വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. ഓക്കെ. ഇത് വരുമ്പോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ അതിന് കൊടുക്കുള്ളൂ. ഇന്റീരിയൽ ഫിനിഷിംഗ് ഒക്കെ ഗ്യാരണ്ടിയിലെ കൊടുക്കുള്ളൂ അല്ലേ? ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്ക് 1.40 കൊടുക്കാം.
1,40. അപ്പൊ എത്ര ഫിനാൻസ് ഇതിന്? 1,10 മുതൽ 1,20 വരെ 1,10 കൺഫേം ആണ്. കൺഫേം ആയിരുന്നു. ഒരു 10-30 റുപ്യ വണ്ടി ഇറക്കാം. നല്ല അടിപൊളി ട്രാക്ക് ഉള്ള കസ്റ്റമർക്കാണെങ്കിലും ഒരു 30 റുപ്യ വണ്ടി ഇറക്കാം. 25 റുപ്യ ഇറക്കാം. ഓക്കെ. വീണ്ടും ഒരു നീലക്കിളി ഇയോൺ ഒരു 5-6 ഇയോൺ ഉണ്ടല്ലേ, 2-3 കൊടുത്താണല്ലേ ദേശം വന്ന് കയറിയതൊക്കെ. അപ്പൊ ഈ നീലക്കിളി ഇയോൺ എങ്ങനെ മോഡൽ? 2012 മോഡല് 13 രജിസ്ട്രേഷൻ, 12 മാനുഫാക്ചർ മോഡല് 13 രജിസ്ട്രേഷൻ. പിന്നെ റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ ഗ്യാരണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് കിലോമീറ്റർ 1.5. അത് ജെനുവിൻ ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എത്രാമത്തെ ഓണർ? മൂന്നാമത്തെ ഓണർഷിപ്പിലെ. ടയറും കാര്യങ്ങളും ഒരു 70-80% ഉണ്ട്. അലോയും കാര്യങ്ങളൊക്കെയാണ് വണ്ടി വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ് ഒക്കെ വരും. നീലക്കിളി ഇയോൺ നമുക്ക് എത്ര കൊടുക്കാം ഫൈനലൊക്കെ? നമുക്ക് ഒരു 1.40 കൊടുക്കാം. 1.40. ഓക്കെ. എത്ര ലോൺ കിട്ടും നമുക്ക്? ഇതിമക്ക് 12 എന്തായാലും 1.25, 1.20, 1.25 പ്രതീക്ഷയുള്ളൂ. ഒരു 10-25 റുപ്യ വണ്ടി ഇറക്കാം. ഇത് ഇറക്കാം 10-25 റുപ്യ. ഓക്കെ. അടുത്ത് വീണ്ടും ഇയോണ്. മോഡല് ഇത് 2013 മാഗ്ന പ്ലസ് അല്ലേ? അപ്പോ 2 ഡോർ പവർ വിൻഡോ വരുമോ? 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ്, കമ്പനി സീരിയ വരും. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. പിന്നെ എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 90,000. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. സർവീസ് ബുക്ക് ഉണ്ട്, കമ്പനി ചെക്ക് ചെയ്യാം. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ ആയിട്ടോ. ഓക്കെ. ടയറും കാര്യങ്ങളും ഒരു 70% ടയറും കാര്യങ്ങളുണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോ അത്യാവശ്യം ക്വാളിറ്റിയിലുണ്ട്. ഈ ഇയോൺ നമുക്ക് എത്ര കൊടുക്കാം ഫൈനലി? നമുക്ക് 1.60 കൊടുക്കാം. 1.60 നമ്മൾ ചോദിക്കണേ. ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഫിനാൻസ് എത്ര വരും? ഫിനാൻസ് 1.35 റേഞ്ച് വരും. 1.35. 10-25 റുപ്യ നല്ല ട്രാക്കുള്ള ഐട്ടൺ ഓട്ടോമാറ്റിക് വണ്ടി. 2010 മോഡല് ഓട്ടോമാറ്റിക്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി. നല്ല ഇന്റീരിയല്, നല്ല ഒറിജിനൽ പെയിന്റ് ആണ്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെയിന്റ്. റീപ്ലേസ് ചെയ്യാൻ കമ്പനി പെയിന്റ്. റീപെയിന്റ് കേറിയിട്ടില്ല. ചെറിയ പമ്പറും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ടാവും. എല്ലാ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ആക്സിഡന്റും കാര്യങ്ങളില്ല. ഒന്നുമില്ല. പെയിന്റിങ് കൂടുതലായിട്ട് കയറില്ല. പമ്പർ ടച്ചപ്പും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കിലോമീറ്റർ 76,000. അത് ജെനുവിൻ ആണോ? അത് കമ്പനിയിൽ ഹിസ്റ്ററി ഉണ്ടോ? 2010 അല്ല, അതുകൊണ്ട് ഹിസ്റ്ററി ഉണ്ടാവില്ല. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് എത്ര കിലോമീറ്റർ മൈലേജ് പോകും? ഇത് 12 കിലോമീറ്റർ 13 കിലോമീറ്റർ മൈലേജ് കിട്ടില്ല. പിന്നെ ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ മാഗ്ന അല്ലേ? 4 ഡോർ പവർ വിൻഡോ, 4 പവർ വിൻഡോ അല്ലേ? സ്റ്റീരിയോ CD ഒക്കെ ഉണ്ട്. ഒരു 70-80% ടയറും. വണ്ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? നമുക്ക് 5 വർഷത്തെ റിന്യൂവൽ എടുത്തിട്ട്, അതായത് 5 വർഷത്തെ ടാക്സ്, 5 വർഷത്തെ റിന്യൂവൽ, പുതിയ ട്രാൻസ്ലേഷൻ പോലെ പേരൊക്കെ ആക്കി കൊടുത്ത് 2.10 ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. 2.10. കാരണം ഓട്ടോമാറ്റിക് ഒന്നും കിട്ടൂല കേട്ടോ. ഓട്ടോമാറ്റിക് 5 കിട്ടുള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. അതായത് 5 വർഷത്തെ പേപ്പർ എടുക്കാൻ തന്നെ 10-20 റുപ്യ ആവും. ഇത് ട്രാൻസ്ലേഷൻ പോലെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് 5 വർഷത്തെ പുതിയ ടെസ്റ്റ് എടുത്താണ്ട് 2.10 നമ്മൾ പറയുന്നത്. എന്തെങ്കിലും നീക്കുപോക്കി ചെയ്തിട്ട് ഫൈനലാക്കിട്ട് നമുക്ക് കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ പേരിലേക്ക്. വേറെ പ്രശ്നങ്ങൾ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. എണ്ണടിച്ച് ഓടിയാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എത്ര ലോൺ കിട്ടും നമുക്ക്? ലോൺ 1 ലക്ഷം റുപ്യ കയറും. 1 ലക്ഷം റുപ്യ കയറും. ബാക്കി നോക്കിയാൽ മതി. നല്ല ട്രാക്കുകളാണെങ്കിൽ 1 ലക്ഷം റുപ്യ കയറും. നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കില്ല. കുറച്ച് കൊടുക്കാം. ഓക്കെ. ഓയിലേക്കും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? നല്ല വൃത്തിയിലെ വണ്ടി അല്ലേ? ഇത് അൾട്ടോ എങ്ങനെ മോഡൽ വരുന്നത്? 2010. അപ്പോ ഇപ്പൊ ഇതിപ്പോ നമ്മള് ടെസ്റ്റ് പുതിയത് എടുത്തിട്ട് കൊടുക്കുക. പുതിയ ടെസ്റ്റ് എടുത്തിട്ട് 5 വർഷത്തെ ടെസ്റ്റ് എടുത്തിട്ട് കൊടുക്കും. ഇപ്പൊ പേപ്പർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പേപ്പർ ആയിനുള്ളൂ. അതായത് ഇനി വരുന്ന കസ്റ്റമർക്ക് നേരെ ഓരോ പുതിയ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടാണ്. ടാക്സ്, ഇൻഷുറൻസ് എല്ലാം പുതിയ ഇട്ട് കൊടുക്കും. അപ്പൊ റീപ്ലേസ്മെന്റ് എന്തിനാ? ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ അറിയോ, ജസ്റ്റ് എണ്ണടിച്ച് ഓടിയാൽ മതി. വേറെ പണിയില്ല.
സംഭവം അത്രയും ഗ്യാരണ്ടി വണ്ടി കൊടുക്കാം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒരു റീപ്ലേസും ഇല്ല. പിന്നെ ഇത് എത്ര ഓടിയെന്ന് പറയാൻ പറ്റുമോ? 66,000 കിലോമീറ്റർ. ആകെ 66 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി ഒക്കെ ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി നമ്മൾ ഉള്ള കിലോമീറ്റർ ജെനുവിനാ. വണ്ടിന്റെ വർക്കിംഗ് കണ്ടാൽ തന്നെ കറക്റ്റ്. പാടിനി നല്ല പെയിന്റ് ക്വാളിറ്റി ഒക്കെ നല്ലോണ്ട്. അടിപൊളി ക്വാളിറ്റി ഉണ്ട്. ഒരു ഡെന്റോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റാറിങ് ഒക്കെ വരും. എത്രാമത്തെ ഓണറാ? മൂന്നാമത്തെ ഓണർ. പിന്നെ ഇത് നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? നമുക്ക് 1,28. 1,28. അതിലെന്തെങ്കിലും കുറച്ചോ? ചെറിയ 1,000-2,000 കുറയുള്ളൂ. അത്ര 5 വർഷം പേപ്പർ എടുക്കാൻ തന്നെ 10-20 ഉറുപ്പികളാവും. വണ്ടി തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പുതിയ വണ്ടി, അടിപൊളി പെയിന്റ് ക്വാളിറ്റി ഒക്കെ. കസ്റ്റമർക്ക് ഒരു പുതിയ ഷോറൂമിൽ വണ്ടി ഇറക്കണ ഫീലിംഗിൽ കൊണ്ടുപോകും. അത്രയും വൃത്തി വണ്ടി കണ്ടാൽ തന്നെ വണ്ടിനെ പറ്റി അറിയണ ആൾക്ക് വണ്ടിന്റെ വൃത്തിനെ അറിയാം. ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫിനാൻസ് 10,000-80,000 ഫിനാൻസ് കയറില്ല. ശ്രീരാമൊക്കെ കയറൂല. നമുക്ക് കസ്റ്റമർ മാക്സിമം ചോദിച്ചോക്കാം. മാക്സിമം 80,000 കയറൂല. അപ്പൊ അതിൽ നമുക്ക് എത്രയൊക്കെ പറഞ്ഞ് 1,28. അതിലെന്തെങ്കിലും ചെറിയ 2 രൂപ ഇരിക്കുമ്പോ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോഴത്തെ ഒരു പഴയ ഒരു മോഡല് വാഗ്നർ 2008. അപ്പൊ 2028 വരെ പേപ്പർ ഉണ്ടാവും. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് ഇപ്പൊ നിലവിൽ തീർന്ന പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. പിന്നെ ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ? കിലോമീറ്റർ നമുക്ക് എന്തായാലും 1,10-1,20 റേഞ്ച് കൂടി. പഴയ വണ്ടിയാണ് അത്ര പറയാൻ പറ്റുള്ളൂ. പിന്നെ എത്രാമത്തെ ഓണർ പറയാൻ? ഓണർഷിപ്പ് 3-4. പഴയ വണ്ടി ആയതുകൊണ്ട് പിന്നെ ഓണർഷിപ്പ്. ഓക്കെ. പിന്നെ റീപ്ലേസ്മെന്റ് നമ്പർ ഫാൻസി കേട്ടോ, KL60 30 നമ്പർ. പിന്നെ വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലൊക്കെ എത്രക്ക് വണ്ടി കൊടുക്കാം? നമുക്കൊരു 90 രൂപ ചോദിക്കുന്നുണ്ട്. 90 രൂപ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കൊടുക്കല. പിന്നെ ഇതിൽ എന്തെങ്കിലും ഫിനാൻസ് എന്തെങ്കിലും കയറും? ഫിനാൻസ് പ്രയാസം കൊടുക്കാം. പിന്നെ നഷ്ടമാണ്. ഇതിൽ നമുക്ക് കുറച്ച് കൊടുക്കൂല വണ്ടി കസ്റ്റമർ കുറച്ച് കൊടുക്കാം. അടുത്തൊരു വാഗ്നർ. ഇത് 2014 മോഡൽ VXI. 2014 മോഡലാണ് VXI. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിൽ എത്ര കിലോമീറ്റർ ഓടി? 1,90,000 കിലോമീറ്റർ. പക്ഷെ കറക്റ്റ് സർവീസ്. 1,85,000. 1,09,000 കിലോമീറ്റർ ഓടിക്കുന്നത്. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എത്രാമത്തെ ഓണർ? ഓണർഷിപ്പ് 3. മൂന്നാമത്തെ ഓണർ അല്ലേ? മൂന്നാമത്തെ ഓണർ. ഓക്കെ. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. സർവീസ് കറക്റ്റ്. ഓക്കെ. ടയറൊക്കെ 80-85% മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരും. അത് ഫൈനലൊക്കെ നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 290 കൊടുക്കാം. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ചെറുതായിട്ട് മാറ്റം വരുത്താം. മാക്സിമം ലോണും കയറും കേട്ടോ. 2.5 കൺഫേം ആയിട്ട് കയറും. 2.5 നല്ല പ്രൊഫൈൽ 2.5 വരെ കയറും. 310 വിലയുള്ള വണ്ടിയാ. 310. 290 കൊടുക്കാം. 290 കൊടുക്കാം. കസ്റ്റമർ വന്ന എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അപ്പൊ അടുത്തൊരു വീണ്ടും ഇയോണ്, വൈറ്റ് കളർ ഇയോണ്. ഇതെങ്ങനെ മോഡൽ? 2014 മോഡൽ മാഗ്ന പ്ലസ് ഇല്ല. അപ്പൊ 2 ഡോർ പവർ വിൻഡോ വരും. 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ്, സ്റ്റീരിയോ വരില്ല. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. പിന്നെ എത്രാമത്തെ ഓണറാ? രണ്ടാമത്തെ ഓണർ അല്ലേ? എത്ര കിലോമീറ്റർ ഓടി? 56,000 ഓടിക്കുള്ളൂ അല്ലേ? അത് കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കറക്റ്റ് ഹിസ്റ്ററിയാണ്. അപ്പൊ ഗ്യാരണ്ടി നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, 2 ഡോർ പവർ വിൻഡോ, AC വരും. നമുക്ക് ഈ ലോൺ എത്ര കൊടുക്കാം? നമുക്ക് 1,75 കൊടുക്കാം. 1,75. അതിൽ ലോൺ എത്ര? 1.5 ലോൺ. അപ്പൊ 25 റുപ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. അല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ 25,000 റുപ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. നമ്മളെ വണ്ടിയൊക്കെ എല്ലാ വണ്ടിക്കും വാറന്റിയോടെ കൊടുക്കാം. എല്ലാ വണ്ടി പുറത്തുള്ള ഇവിടുന്ന് നമ്മളെ വണ്ടി ഫുള്ള് വാറന്റിയോടെ കൊടുക്കാം. അത് എന്റെ ഫീൽഡ് മെയിൻ ഇതല്ല, വർഷാപ്പ് ഫീൽഡ്. ഞാനൊരു 2008 മുതൽ 2021 വരെ വർഷാപ്പ് ഫീൽഡ്. ഗൾഫിൽ ടയോട്ടയിൽ തീരുന്നു നമ്മളെ ഫീൽഡ് പറഞ്ഞു. അപ്പൊ നമ്മളെ വണ്ടി നമുക്ക് വാറന്റിയോടെ കൊടുക്കാം. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂര്. അതായത് മെയിൻ NH ഹൈവേയില്
ഇപ്പൊ കോഴിക്കോട് നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് ജംഗ്ഷൻ എയർപോർട്ട് വരാം. അതിനോട് തൊട്ടൊന്ന് നടക്കാനുള്ളൂ. ഇവിടുന്ന് പാലക്കാട് ഏരിയയിൽ നിന്ന് വരികയാണെങ്കിൽ എയർപോർട്ട് ജംഗ്ഷൻ നടക്കാനുള്ള ദൂരമുള്ളൂ. മെയിൻ NH ഹൈവേ വെക്കാനൊന്നുമില്ല. എയർപോർട്ട് റോഡ് കയറാതെ മെയിൻ റോഡ് കയറുക. പിന്നെ നമ്മളിപ്പോ കസ്റ്റമർ ഇപ്പൊ വാട്സപ്പില് നമ്മള് ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തൂടെ? ഫുൾ ഡീറ്റെയിൽസ് ഏത് വണ്ടി ചെയ്ത് കൊടുക്കാം. അതായത് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. ഹൈ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പരമാവധി വണ്ടികൾക്ക് ഉൾക്കൊള്ളിച്ച് വിചാരിക്കുന്നുണ്ട്. മാക്സിമം വണ്ടികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 2 ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, റെനീസ് വ്ലോഗ്സ്, റെനീസ് കാർസ് വ്ലോഗ്. ഈ 2 ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ആക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.